ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷനും ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷനും വെച്ചുകൊണ്ടാണ്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിൽ ഏതൊക്കെയാണ് പ്ലേസ് വാല്യൂ ചാർട്ട്, അതിലുള്ള പീരീഡ്സ് ഏതൊക്കെയാണ്, പ്ലേസസ് ഏതൊക്കെയാണ് എന്നെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ ആണെങ്കിൽ അതിലെ പീരീഡ്സ് പറഞ്ഞാൽ വൺസ്, തൗസൻഡ്സ്, ലാക്സ്, ക്രോസ്, ഇങ്ങനെ 4 പീരീഡ്സ് ആണ് ഇതിലുള്ളത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ ഉള്ളത്. അതിലെന്ത് ചെയ്യുന്നു, ഈ ഓരോ പീരീഡ്സിലും ഡിഫറെൻറ്റ് പ്ലേസസ് ഉണ്ട്. വൺസ് പീരീഡിലാണെങ്കിൽ വൺസ്, ടെൻസ്, 100 പ്ലേസസ് ഉണ്ട്. തൗസൻഡ്സ് പീരീഡ് ആണെങ്കിൽ അതിൽ തൗസൻഡ്സ്, 10,000s പ്ലേസ് ഉണ്ട്. ലാക്സ് പീരീഡ് ആണെങ്കിൽ ലാക്സ്, 10 lakhs പ്ലേസസ് ഉണ്ട്. അതുപോലെ തന്നെ ക്രോസ് പീരീഡ് ആണെങ്കിൽ ക്രോസ്, 10 crores പീരീഡ്സ് ഉണ്ട്. ഇങ്ങനെ 9 digits ആണെങ്കിൽ ഇത്ര 9 പ്ലേസസ് ഉണ്ടായിരിക്കും. ഈ 9 പ്ലേസസിനെ നമുക്ക് 4 പീരീഡ്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഇത്ര കാര്യങ്ങളാണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിൽ പറഞ്ഞിട്ടുള്ളത്. പ്ലേസസും പ്ലേസ് വാല്യൂ ചാർട്ടിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് പ്ലേസസ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇനി അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്ലേസ് വാല്യൂ എങ്ങനെ എഴുതാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരു നമ്പർ ഇവിടെ റൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്പർ എന്നുള്ളത് 98,542 എന്നുള്ള നമ്പറാണ് വിചാരിക്കുക. 98,542 എന്നുള്ള ഒരു നമ്പറാണ് എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ ഒരു നമ്പർ നൽകിയിട്ടുള്ളത്. ഇനി ഇതിൽ ഓരോ പ്ലേസസും ഇതിൽ ഫസ്റ്റ് നമുക്കറിയേണ്ടത് ഫേസ് വാല്യൂ എഫ്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ദ നമ്പർ ഇറ്റ് സെൽഫ്. നമ്പറിനെ തന്നെയാണ് എന്ത് പറയുന്നത്, ആ നമ്പർ ഏതാണോ അത് തന്നെ ആയിരിക്കും അതിന്റെ ഫേസ് വാല്യൂ. എക്സാമ്പിൾ പറയുകയാണെന്നുവെച്ചെങ്കിൽ ഈ 8 എന്നുള്ള ഡിജിറ്റിന്റെ ഫേസ് വാല്യൂ എത്രയാണ്, ഫേസ് വാല്യൂ ഓഫ് 8 in 98,542 എന്ന് ചോദിച്ചാൽ നിങ്ങൾ 8ന്റെ ഫേസ് വാല്യൂ എത്രയാണ് എഴുതുക, ദ നമ്പർ ഇറ്റ് സെൽഫ്, ദാറ്റ് ഈസ് ഫേസ് വാല്യൂ ഓഫ് 8 is equal to 8. ഈ നമ്പറിൽ ഏത് ഡിജിറ്റിന്റെ ഫേസ് വാല്യൂ ചോദിച്ചാലും ഏതായിരിക്കും, ആ നമ്പർ തന്നെ ആയിരിക്കും. ഫേസ് വാല്യൂ ഓഫ് 9 ആണെങ്കിൽ 9, ഫേസ് വാല്യൂ ഓഫ് 5 is equal to 5, ഫേസ് വാല്യൂ ഓഫ് 4 is equal to 4, ഫേസ് വാല്യൂ ഓഫ് 2 is equal to 2. അടുത്തത് നമ്മൾ പറയുന്നത് വാല്യൂ ഓഫ് പ്ലേസ്. വാല്യൂ ഓഫ് പ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നമ്പറിൽ ആ ഡിജിറ്റ് ഏത് പ്ലേസിലാണ് എന്നുള്ളതാണ് വാല്യൂ ഓഫ് പ്ലേസ്. ആ പ്ലേസിന്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് പ്ലേസ് ഓഫ് 8 ആണെങ്കിൽ 8ന്റെ വാല്യൂ ഓഫ് പ്ലേസ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്യും. ജസ്റ്റ് കൗണ്ട് ചെയ്യുക പറഞ്ഞാൽ അതിന്റെ പ്ലേസസ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് റൈറ്റ് സൈഡിൽ നിന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. അതായത് വൺസ്, ടെൻസ്, 100, തൗസൻഡ്സ്. അപ്പോൾ 8ന്റെ വാല്യൂ ഓഫ് പ്ലേസസ് ഈക്വൽ ടു എത്രയാണ്, 1000 ആണ്. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ എഴുതുകയാണെങ്കിൽ താഴെ നമുക്ക് എന്ത് എഴുതാം, ഫസ്റ്റ് ഫേസ് വാല്യൂ ഓഫ് 8 is equal to 8 തന്നെ ആയിരിക്കും. ഏത് നമ്പർ ആണോ ചോദിക്കുന്നത് ആ നമ്പർ തന്നെ ആയിരിക്കും അതിന്റെ ഫേസ് വാല്യൂ എന്നുള്ളത്. നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് പ്ലേസ് ഓഫ് 8. അതായത് ഏത് പ്ലേസിലാണ് 8 എന്നുള്ളത്, ഏത് പ്ലേസിലാണ് നമ്മൾ റൈറ്റ് നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ വൺസ്, ടെൻസ്, 100, തൗസൻഡ്സ് പ്ലേസിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ ഓഫ് പ്ലേസ് ഇസ് ഈക്വൽ ടു തൗസൻഡ്സ് എന്ന് എഴുതാം. അടുത്തത് അതിൽ പറയുന്നത് പ്ലേസ് വാല്യൂ ഓഫ് 8. ഇപ്പോൾ വാല്യൂ ഓഫ് പ്ലേസ് പറഞ്ഞാൽ പ്ലേസ് വാല്യൂവും വാല്യൂ ഓഫ് പ്ലേസും ഒന്നല്ല കേട്ടോ, അത് വ്യത്യാസമുണ്ട്. വാല്യൂ ഓഫ് പ്ലേസ് ആണെങ്കിൽ പ്ലേസിന്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. പ്ലേസ് വാല്യൂ ഓഫ് 8 പറഞ്ഞാൽ ആ നമ്പറിന്റെ പ്ലേസ് വാല്യൂ ആണ് ചോദിക്കുന്നത്. അങ്ങനെ നമ്പറിന്റെ പ്ലേസ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഫേസ് വാല്യൂവിനെ വാല്യൂ ഓഫ് പ്ലേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇത് കിട്ടുക, പ്ലേസ് വാല്യൂ കിട്ടുക. പ്ലേസ് വാല്യൂ ഓഫ് 8. പ്ലേസ് വാല്യൂ ഓഫ് 8 is equal to നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വാല്യൂ ഓഫ് ഫേസ് വാല്യൂവിനെ വാല്യൂ ഓഫ് പ്ലേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 8 into 1000 is equal to 8000. അതാണ് ഇത് പ്ലേസ് വാല്യൂ ഓഫ് 8 എന്നുള്ളത്.
അപ്പൊ നമ്മളോട് എക്സാമിന് ചോദിക്കുക ഫേസ് വാല്യൂ ചോദിക്കാം, അതുപോലെ തന്നെ പ്ലേസ് വാല്യൂ ചോദിക്കാം. വാല്യൂ ഓഫ് പ്ലേസ് അങ്ങനെ കാര്യമായിട്ട് ചോദിക്കാറില്ല. അപ്പോൾ ഫേസ് വാല്യൂ ആ നമ്പർ ഇറ്റ് സെൽഫ് ആയിരിക്കും. പ്ലേസ് വാല്യൂ എന്നുള്ളത് ഈ ഫേസ് വാല്യൂവിനെ വാല്യൂ ഓഫ് പ്ലേസ് ആ നമ്പറിൽ ഏത് പ്ലേസിലാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ഇത് പ്ലേസ് വാല്യൂ ഓഫ് 8 എന്നുള്ളത്. അപ്പൊ ഇത് ഒരിക്കലും എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. എല്ലാവരും ചെയ്യുക പ്ലേസ് വാല്യൂ ഓഫ് 8 എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും, നേരെ തൗസൻഡ്സ് എഴുതി വെക്കുന്നവരുണ്ട്. അത് ആൻസർ തെറ്റാണ്. നിങ്ങളോട് പ്ലേസ് വാല്യൂ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ നമ്പറിന് എന്ത് ചെയ്യണം, അത് ഏത് പ്ലേസിലാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ എക്സാമ്പിളിന് 8 100 പ്ലേസിലാണെങ്കിൽ 8 into 100 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 800 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക, അത് ഒരിക്കലും എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഫേസ് വാല്യൂ പ്ലേസ് വാല്യൂ എന്നുള്ളതിൽ വരുന്നത്. ഇത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ ആണ്. ഇനി ഇതേ നമ്പർ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷനും ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിലും ഇത് ഇതേപോലെ തന്നെയാണ് എഴുതുക. 5 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ ഇതുപോലെ തന്നെ എഴുതുക. പക്ഷെ എന്തുണ്ടായിരിക്കും ഇതില് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിൽ ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷന്റെ അതേ പ്ലേസ് വാല്യൂ ചാർട്ട് അല്ല, അതിൽ വ്യത്യാസമുണ്ട്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിൽ 3 പീരീഡ്സ് ആണുള്ളത്. അതായത് വൺസ്, തൗസൻഡ്സ്, മില്യൺസ്, ഇങ്ങനെ ഒരു 9 ഡിജിറ്റ് നമ്പേഴ്സിന് എന്ത് ചെയ്യാം 3 പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 9 ഡിജിറ്റ്സ് ഉണ്ട്, അഥവാ 9 പ്ലേസസ് ഉണ്ടായിരിക്കും. ഈ 9 പ്ലേസസിനെ 3 പീരീഡ്സ് ആയിട്ടാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതേസമയം 9 പ്ലേസസിനെ 4 പീരീഡ്സ് ആയിട്ടാണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിൽ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിലുള്ള പീരീഡ്സ് എന്നുള്ളത് വൺസ്, തൗസൻഡ്സ്, മില്യൺസ് ആണ്. അതിൽ വരുന്ന പ്ലേസസ് എന്നത് വൺസ് പ്ലേസിൽ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ തൗസൻഡ്സ് പീരീഡിലുള്ള ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ അനുസരിച്ചിട്ടുള്ള പ്ലേസസ് എന്നുള്ളത് തൗസൻഡ്സ്, 10,000s, 100,000s ആയിരിക്കും. അതേപോലെ മില്യൺസ് പീരീഡിലുള്ള പ്ലേസസ് എന്നുള്ളത് മില്യൺസ്, 10 മില്യൺസ്, 100 മില്യൺസ്. ഇതായിരിക്കും ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിലുള്ള പ്ലേസസും പീരീഡ്സും. ഇനി ഇവിടെ ഒരു നമ്പർ ഇവിടെ നൽകാൻ, ഇപ്പോൾ നമ്പർ എന്നുള്ളത് 87643218 ഇതാണ് എന്ത് ഒരു 9 ഡിജിറ്റ് നമ്പർ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ ഇതിനെ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ അനുസരിച്ചിട്ട് കോമ ആഡ് ചെയ്യാൻ പറയുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതിൽ കോമ ഒന്നും ഇട്ടിട്ടില്ല. ഇത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ ആക്കിയിട്ടും മാറ്റാം, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ ആയിട്ടും മാറ്റാം. ഇനി ഇതേ നമ്പറിനെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിൽ എങ്ങനെ ചെയ്യാം, നമുക്ക് ഇതിനെ ആദ്യം ആ നമ്പർ എന്ത് ചെയ്യാം അതേപോലെ തന്നെ എഴുതാം. 87643218 ഇതാണ് ആ നമ്പർ. ഓക്കെ, അപ്പോൾ ഇതിനെന്ത് ചെയ്യണം, ഈ നമ്പറിന് നമുക്ക് ഇനി കോമ ഇട്ട് കൊടുക്കണം. അപ്പൊ ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ അനുസരിച്ചിട്ട് കോമ പ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, റൈറ്റ് സൈഡിൽ നിന്ന് ആദ്യത്തെ 3 പ്ലേസസ് കഴിഞ്ഞ ഒരു കോമ കൊടുക്കും. അതായത് റൈറ്റ് സൈഡിൽ നിന്നാണ് എപ്പോഴും കൗണ്ട് ചെയ്യേണ്ടത്, അത് മറക്കരുത്. കോമ ഇടുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1 2 3 3 പ്ലേസസ് കഴിഞ്ഞ ഒരു കോമ പ്ലേസ് ചെയ്തു. അതിനുശേഷം ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിൽ ഓരോ 2 ഡിജിറ്റ്സ് കഴിഞ്ഞാലുമാണ് പ്ലേസ് ചെയ്യേണ്ട കോമ. അപ്പോൾ 1 2, അപ്പൊ 3ന്റെ മുന്നിൽ ഒരു കോമ വരും, 1 2, 6ന്റെ മുന്നിൽ ഒരു കോമ വരും, 1 2. ആദ്യത്തെ മുന്നിൽ എന്ത് ചെയ്യണ്ട, കോമ ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്തു, ഇത് റീഡ് ചെയ്യുക 87,64,32,189 ഇതാണ് എന്ത് ഇവിടെ നമുക്ക് നമ്പർ. ഇത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ അനുസരിച്ചിട്ട് കോമ പ്ലേസ് ചെയ്തതാണ്. അതിന്റെ നമ്പർ എന്ത് ചെയ്തു നമ്മൾ റീഡ് ചെയ്തു 87,64,32,189. അതേസമയം ഇതിനെ ഇനി ഇന്റർനാഷണൽ സിസ്റ്റം ആണെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം അനുസരിച്ച് നമുക്ക് അതേ നമ്പർ അതേപോലെ തന്നെ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിൽ കോമ പ്ലേസ് ചെയ്യേണ്ടത് ഓരോ 3 ഡിജിറ്റ്സ് കഴിയുമ്പോഴാണ്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിൽ ആദ്യത്തെ 3 ഡിജിറ്റ്സ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം 2 ഡിജിറ്റ്സ് കഴിയുമ്പോഴാണ് കോമ ഇടേണ്ടത്. എന്നാൽ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഓരോ 3 ഡിജിറ്റ്സ് കഴിയുമ്പോഴാണ് എന്ത് കോമ ഇടേണ്ടത്. അപ്പൊ അതും റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വൺസ്, ടെൻസ്, 100 3 ഡിജിറ്റ്സ് കഴിഞ്ഞ ഒരു കോമ ഇട്ടു. 1 2 3
3 ഡിജിറ്റ്സ് കഴിഞ്ഞാൽ ഒരു കോമ ഇട്ടു 1 2 3. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്ലേസിന്റെ മുന്നിൽ കോമ ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു, ഇപ്പൊ നമുക്ക് കിട്ടി 3 ഡിജിറ്റ്സ് കഴിയുമ്പോഴാണ് ഇത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിൽ കോമ പ്ലേസ് ചെയ്തത്. ഇതിന്റെ നമ്പർ നെയിം എന്നുള്ളത് എത്രയാണ്? 876,432,189. ഓക്കെ, ഓരോ പീരീഡ്സും കൂടെ എന്ത് ചെയ്യണം, ഇത് ഒന്നിച്ച് കൂട്ടി വായിക്കുക, എന്നിട്ട് പീരീഡ്സ് നെയിം കൊടുക്കുക. 876,432,189. ദാറ്റ് ഈസ് ദ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ. കോമ പ്ലേസ് ചെയ്തു, അതുപോലെ തന്നെ അതിന്റെ നമ്പർ നെയിം എന്ത് ചെയ്തു, നമ്മൾ റീഡ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷനും ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഇനി നമുക്ക് നേരത്തെ പ്ലേസ് വാല്യൂ അതേപോലെ തന്നെ ഫേസ് വാല്യൂ ഒക്കെ എന്ത് ചെയ്തു, നമ്മൾ എഴുതിയിരുന്നു. ഇനി അതേ ഇതന്നെ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ അതിന്റെ പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഒരു 9 ഡിജിറ്റ് നമ്പറാണ്. അതിനെ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഇതിൽ 4ന്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ പ്ലേസ് വാല്യൂ ഓഫ് 4 അക്കോർഡിംഗ് ടു 4 എന്നുള്ളത് ഈ 4 ആണ്. ഈ 4ന്റെ പ്ലേസ് വാല്യൂ അതുപോലെ തന്നെ ഫേസ് വാല്യൂ ഒക്കെ എന്ത് ചെയ്യാം, പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഫേസ് വാല്യൂ ഓഫ് 4 ഈക്വൽ ടു എന്ത് വരും, 4 തന്നെ വരും. ഫേസ് വാല്യൂ ഓഫ് 4 ഈക്വൽ ടു 4 ദ നമ്പർ ഇറ്റ് സെൽഫ്. നെക്സ്റ്റ് വാല്യൂ ഓഫ് പ്ലേസ് ഓഫ് 4. വാല്യൂ ഓഫ് പ്ലേസ് ഓഫ് 4 ഇതാക്കി എന്ത് ചെയ്യും, വാല്യൂ ഓഫ് പ്ലേസ് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യണം. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ 1s 10s 100 thousands 10,000s 100,000s. ഇവിടെ ഏതിലാണ് വാല്യൂ ഓഫ് പ്ലേസ് എന്നുള്ളത്? 100,000s ആണ്. 100,000s ആണ് ഇവിടുത്തെ വാല്യൂ ഓഫ് പ്ലേസ് എന്നുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് എന്ത് ചെയ്യും, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്ലേസ് വാല്യൂ ആണ്. പ്ലേസ് വാല്യൂ ഓഫ് 4 ഈക്വൽ ടു എന്ത് ചെയ്യണം, 4 into 100,000. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യരുത്, കോമ ഇടുമ്പോഴൊക്കെ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ അനുസരിച്ചിട്ടാണ് കോമ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 4 into 100,000s ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 400,000s ആൻസർ ആയിട്ട് കിട്ടും. 400,000 ആണ് ഇത് പ്ലേസ് വാല്യൂ ഓഫ് 4 എന്നുള്ളത്. അപ്പോൾ 400,000 ആണ് ഇത് പ്ലേസ് വാല്യൂ ഓഫ് 4. അപ്പോൾ ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ അനുസരിച്ചിട്ടാണ് പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ ഓഫ് പ്ലേസ് കൊടുത്തിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ അനുസരിച്ചിട്ടാണ് പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ ഓഫ് പ്ലേസ്. ഇവിടെ 100,000s ആണ് ഇവിടെ. അതേസമയം ഇനി ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ ആണെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരിക 100 lakh കൊണ്ടായിരിക്കും. അപ്പൊ ഇവിടെ 4 lakh ആയിരിക്കും എന്ത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിൽ വരിക. 1s 10s 100,000s 10,000s lakh. പക്ഷെ ഇവിടെ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ അനുസരിച്ചിട്ടാണ് നമ്മളോട് പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ റീഡ് ചെയ്യുക, 400,000 എന്നുള്ളതാണ് എന്ത് ചെയ്യുക, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ അനുസരിച്ചിട്ട് പ്ലേസ് വാല്യൂ ഓഫ് 4. അത്രയാണ് എന്ത് ചെയ്യേണ്ടത്, അതിൽ ശ്രദ്ധിക്കേണ്ടത്. കമ്പയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 3 സിമ്പിൾസ് ആണ്. ഒന്ന് ലെസ് ദാൻ, 2 ഗ്രേറ്റർ ദാൻ, 3 ഈക്വൽ ടു. ഈ 3 സിമ്പിൾസ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് കമ്പയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ കമ്പയറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇപ്പോൾ ഇവിടെ ഒരു നമ്പർ നൽകുന്നു 2 ഇപ്പോൾ ഇവിടെ ഒരു നമ്പർ നൽകിയിട്ടുണ്ട് 2,65,784. ഇതാണ് എന്ത് നമുക്ക് നൽകിയിട്ടുള്ള നമ്പർ. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു നമ്പറും കൂടെ നൽകിയിട്ടുണ്ട് 1,87,500.
543. ഇത് രണ്ട് നമ്പേഴ്സ് ആണ്. ഇതിനെ കമ്പയർ ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കമ്പയറിംഗിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് രണ്ട് നമ്പേഴ്സിന്റെയും ഡിജിറ്റ്സ് ചെക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഏതിലാണോ ഡിജിറ്റ്സ് കൂടുതൽ അതിലായിരിക്കും എന്ത്, അതായിരിക്കും ഏറ്റവും വലിയ നമ്പർ എന്നുള്ളത്. അപ്പൊ അതിന് നേരെ ഓപ്പൺ പാർട്ട് വരേണ്ടി വരും. നമ്മൾ ലെസ് ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യും, ലെസ് ദാനും അതുപോലെ തന്നെ ഗ്രേറ്റർ ദാനും ഓരോ ഓപ്പൺ എൻഡ് ഉണ്ട്. അത് ഏതിന് നേരെയാണോ ഓപ്പൺ എൻഡ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ലെസ് ദാനും ഗ്രേറ്റർ ദാനും നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്, ഇവിടെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. ഈ സ്പേസിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അവിടെ ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ ഈക്വൽ ടു ആണോ വരുന്നത് കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ രണ്ടിന്റെയും ഡിജിറ്റ്സ് കൗണ്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, രണ്ടിലും 6 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോൾ ഒരേ ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പൊ അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഓരോ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്, 2 1. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ഡിജിറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഒന്ന് 2 ആണ്, ഒന്ന് 1 ആണ്. അതിനെ രണ്ടിനെയും എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. 2 ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. രണ്ട് എന്ത് ചെയ്യും, ഒന്നിനേക്കാൾ വലുതായിരിക്കും എപ്പോഴും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ എൻഡ് എന്നുള്ളത് 2 വരുന്ന നമ്പറിന് നേരെയാണ് എന്ത് ചെയ്യേണ്ടത്, ഓപ്പൺ എൻഡ് വരേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓപ്പൺ എൻഡ് 2 വരുന്നത് നേരെയുള്ള എന്ത് ചെയ്യുക, അവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതെന്താണ് പറയുന്നത്, ഈ സിമ്പിൾ ഏതാണ്, ഓപ്പൺ എൻഡ് ഓപ്പൺ എൻഡ് ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിൽ എന്ത് ചെയ്യും, ഓപ്പൺ എൻഡ് ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആയിരിക്കും. ഓപ്പൺ എൻഡ് റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ അതെന്തായിരിക്കും, ലെസ് ദാൻ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്, ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ്. 2ന് നേരെയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഓപ്പൺ എൻഡ് വരേണ്ടത്. അപ്പോൾ 2,65,784 ഗ്രേറ്റർ ദാൻ 1,87,543. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാന്, കമ്പയർ ചെയ്യാനുണ്ടായിരിക്കും. കമ്പയറിങ് ഉദ്ദേശിക്കുന്നത് ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു സിമ്പിള് നൽകാനായിരിക്കും. അപ്പൊ അതിൽ ഫസ്റ്റ് നോക്കേണ്ടത് നമ്പർ ഓഫ് ഡിജിറ്റ്സ് കൂടുതലുള്ളതായിരിക്കും എപ്പോഴും വലിയ വാല്യൂ. നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഒരേ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണെങ്കിൽ അടുത്തത് നോക്കിയേണ്ടത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഓരോ ഡിജിറ്റിനെ കമ്പയർ ചെയ്യേണ്ടി വരും. അതിൽ ഏറ്റവും കൂടുതൽ ഏതാണോ വലിയ നമ്പർ അതിന് നേരെയുള്ള നമ്പർ ആയിരിക്കും എപ്പോഴും എന്ത്, ഗ്രേറ്റർ ദാൻ ഓപ്പൺ എൻഡ് അതിന് നേരെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ്. റൗണ്ടിങ് ഓഫ് നമ്പേഴ്സിൽ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും 3 പ്ലേസസിലോട്ടായിരിക്കും റൗണ്ടിങ് ഓഫ് റൗണ്ട് ചെയ്യേണ്ടി വരിക. ഒന്ന് ടെൻസ്, നിയറസ്റ്റ് ടു 10, നിയറസ്റ്റ് ടു 100, നിയറസ്റ്റ് ടു 1000. ഇപ്പോൾ ഇവിടെ ഒരു നമ്പർ നൽകുകയാണ്. നമ്പർ എന്നുള്ളത് 54,678 ആണ് നമ്മളുടെ നമ്പർ. ഈ 54,678 എന്നുള്ള നമ്പറിൽ നമ്മൾ റൗണ്ടിങ് ചെയ്യുമ്പോൾ 3 റൗണ്ട് നിയറസ്റ്റ് ടു 10, റൗണ്ടഡ് നിയറസ്റ്റ് ടു 10 ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടി വരിക നിയറസ്റ്റ് ടു 10 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഏതാണോ ചോദിച്ചിട്ടുള്ളത് അത് ചെയ്താൽ മതി. ഇനി 3 ചോദിക്കുകയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, 3 ചെയ്യും വേണം. അപ്പൊ റൗണ്ടഡ് നിയറസ്റ്റ് ടു 10 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് 10th പ്ലേസിലുള്ള ഡിജിറ്റിനെ കൺസിഡർ ചെയ്യുക. ഇവിടെ 10th പ്ലേസിലുള്ള ഡിജിറ്റ് 7 ആണ്. 7 എന്നുള്ളതാണ് ഇത് 10th പ്ലേസിലുള്ള ഡിജിറ്റ്. അപ്പൊ ഇവിടെ 10th പ്ലേസിലുള്ള ഡിജിറ്റ് 7 ആണ്. ഈ 7ന് ശേഷം വരുന്ന ഡിജിറ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിൽ ലെസ് ദാൻ 5 ആണെങ്കിൽ, അതായത് 0, 1, 2, 3, 4 ഈ 5 ഡിജിറ്റ്സ് ആ വരുന്നതെങ്കിൽ എന്ത് ചെയ്യണ്ട, നമ്മൾ ഈ റൗണ്ടിങ് പ്ലേസ് വാല്യൂള്ള ഡിജിറ്റിന് ഒരു ചേഞ്ചും വരുത്തണ്ട. റൗണ്ടിങ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏത് പ്ലേസിലോട്ടാണോ റൗണ്ട് ചെയ്യുന്നത് ആ പ്ലേസിലെ ഡിജിറ്റിന് എന്ത് ചെയ്യണ്ട, ഒരു ചേഞ്ച് വരുത്തണം. ഇവിടെ 7 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ 7ന് ശേഷം വരുന്നത് 8 ആണ്, അതായത് ഗ്രേറ്റർ ദാൻ 5 ആണ്. 5ഓ ഗ്രേറ്റർ ദാൻ 5ഓ ആണെങ്കിൽ എന്ത് ചെയ്യണം, റൗണ്ടിങ് പ്ലേസിലുള്ള ഡിജിറ്റിന് കൂടെ 1 ആഡ് ചെയ്യണം. അതോടൊപ്പം ആ പ്ലേസിന് ശേഷം വരുന്ന ഡിജിറ്റ്സ് എല്ലാം 0 ആയിട്ടും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ റൗണ്ടഡ് നിയറസ്റ്റ് ടു 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 7ന് ശേഷമുള്ള ഡിജിറ്റ് ചെക്ക് ചെയ്യണം. 7ന് ശേഷമുള്ള ഡിജിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ 8 ആണ്. 8 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 54
600 വരെ എഴുതാം. ഇനി 7 ചെക്ക് ചെയ്യുക. 7 ശേഷം വരുന്ന ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് ഈ റൗണ്ടിങ് പ്ലേസിലുള്ള 7നോട് കൂടെ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. 7നോട് കൂടെ 1 ആഡ് ചെയ്യുക പറഞ്ഞാൽ 7 + 1 8 വരും. അതിനുശേഷം 7 ശേഷം വരുന്ന ഡിജിറ്റ്സ് എല്ലാം 0 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് 0 പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റൗണ്ടഡ് നിയറസ്റ്റ് ടു 10 ആകുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടി എത്രയാണ്? റൗണ്ടഡ് നിയറസ്റ്റ് ടു 10 54,678 എന്നുള്ളത് റൗണ്ടഡ് നിയറസ്റ്റ് ടു 10 54,680 ആയി മാറി. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് റൗണ്ടഡ് നിയറസ്റ്റ് ടു 100, നിയറസ്റ്റ് ടു 100ലോട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ 100 പ്ലേസ് വാല്യൂ ഉള്ള ഡിജിറ്റ് ചെക്ക് ചെയ്യുക. 100 പ്ലേസിലുള്ള ഡിജിറ്റ് ഇവിടെ 6 ആണ്. 6ന് ശേഷം വരുന്ന റൈറ്റ് സൈഡിലെ ഡിജിറ്റ് ചെക്ക് ചെയ്യുക. 6 കൺസിഡർ ചെയ്യുക. 6ന് ശേഷം വരുന്ന റൈറ്റ് സൈഡിലെ ഡിജിറ്റ് ചെക്ക് ചെയ്യുക. 7 ആണ്. 7 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 5. 7 ഗ്രേറ്റർ ദാൻ 5 ആണ്. ആയതുകൊണ്ട് ഈ 6ന് കൂടെ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അതിൻ്റെ ശേഷം വരുന്ന ഡിജിറ്റ്സ് എല്ലാം 0 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് 54,600 അല്ല, 6ന് കൂടെ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പോൾ 7 ആയി മാറി. അപ്പോൾ ആൻസർ എന്ത് ചെയ്തു? 700 ആയി. ബാക്കി 7ന് ശേഷം വരുന്ന 6ന് ശേഷം വരുന്ന ഡിജിറ്റ്സ് 0 ആയിട്ട് കൺവേർട്ട് ചെയ്യും വേണം. അപ്പോൾ റൗണ്ടഡ് നിയറസ്റ്റ് ടു 100 വരുമ്പോൾ 54,700 വന്നു. നെക്സ്റ്റ് റൗണ്ടഡ് നിയറസ്റ്റ് ടു 1000 ആണ്. റൗണ്ടഡ് നിയറസ്റ്റ് ടു 1000 വരുമ്പോൾ എങ്ങനെ ചെയ്യണം? 1000 പ്ലേസിലുള്ള വാല്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് 4നെ കൺസിഡർ ചെയ്യുക. 4ന് ശേഷം വരുന്ന ഡിജിറ്റ് ചെക്ക് ചെയ്യുക. 4ന് ശേഷം വന്നിട്ടുള്ള ഡിജിറ്റ് ഏതാണ്? 6 ആണ്. ഓൾവേസ് ഗ്രേറ്റർ ദാൻ 5 ആണ്. ഗ്രേറ്റർ ദാൻ 5 ആകുമ്പോൾ 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? 5 അതേപോലെ ഇടുക. 4ന് കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 5 ആയി മാറി. കോമ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക? 0 ആയിട്ടും പ്ലേസ് ചെയ്യുക. 55,000 ആയി. ഓക്കെ, ഇനി ഇതേ സമയം എന്ത് ചെയ്യാണ്? ഇവിടെ ഏതെങ്കിലും ഒരു ഡിജിറ്റ് 5 ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതൊന്നും കൂടെ വേറെ ഒന്നും കൂടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഡിജിറ്റ് എന്ത് ചെയ്തു? ഇവിടുത്തെ ഡിജിറ്റ് നമുക്ക് വിചാരിക്കണം 5 ആണെന്ന് വിചാരിക്കാം. 5 ആകുമ്പോൾ ഫസ്റ്റ് റൗണ്ടഡ് നിയറസ്റ്റ് ടു 10 എന്തായി മാറും? 5 കൺസിഡർ ചെയ്യുക. 5ന് ശേഷം 8 ആണ്. 5ന് ശേഷം 8 ആയതുകൊണ്ട് എന്ത് ചെയ്തു? 5ന് കൂടെ 1 ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ 6 ആക്കി മാറ്റി. 54,660 ആയി. കാരണം 5ൻ്റെ ശേഷം 8 വന്നുകൊണ്ട് ഗ്രേറ്റർ ദാൻ 5 ആണ്. ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു? 5ന് കൂടെ 1 ആഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് റൗണ്ടഡ് നിയറസ്റ്റ് ടു 100 ആണെങ്കിൽ 100 പ്ലേസിലുള്ള ഡിജിറ്റ് കൺസിഡർ ചെയ്യുക. അതായത് 6ന് ശേഷം 5 ആണ്. 6ന് ശേഷം 5 വരുമ്പോൾ 5 ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ ഡിജിറ്റിന് കൂടെ 1 ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 5 വന്നതുകൊണ്ട് 6ന് കൂടെ 1 ആഡ് ചെയ്യും. അപ്പോൾ 54,700 വരും. നേരെ ഇവിടെ 54,000 എന്താണ്? 4ന് ശേഷം 6 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. അപ്പോൾ 55,000 ആയി. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റ് എന്ത് ചെയ്തു? നമുക്ക് എക്സാമ്പിൾ 3 കൊടുക്കുക. 54,358 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ ഓരോന്ന് ചെക്ക് ചെയ്യും. ഫസ്റ്റ് റൗണ്ടഡ് നിയറസ്റ്റ് ടു 10 ആകുമ്പോൾ 5നെ കൺസിഡർ ചെയ്യുക. 5ന് ശേഷം 8 ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 54,300. 5ന് കൂടെ 1 ആഡ് ചെയ്യും. 60 വരും. ഓക്കെ, നിയറസ്റ്റ് ടു 100 വരുമ്പോൾ 100 പ്ലേസിലുള്ള ഡിജിറ്റ് കൺസിഡർ ചെയ്യുക. 3 ആണ്. 3ക്ക് ശേഷം 5 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 54,000 ഇവിടെ എന്തായി മാറി? 3ക്ക് ശേഷം 5 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 3ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ 400 വരും. അടുത്തത് തൗസൻഡ്സിലോട്ട് മാറ്റുമ്പോൾ 4 ആണ്. 4ന് ശേഷം ഏത് വന്നിട്ടുണ്ട്? 3 ആണ് വന്നിരിക്കുന്നത്. 3 എന്നുള്ളത് എന്താണ്? ലെസ് ദാൻ 5 ആണ്. 5ൻ്റെ അത്രയല്ല, 5നേക്കാൾ സ്മോളർ ആണ്. ആയതുകൊണ്ട് എന്ത് ചേഞ്ച് വരില്ല? 1000 പ്ലേസിലുള്ള ഡിജിറ്റിന് ഒരു ചേഞ്ചും വരില്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 4 തന്നെ ആയിരിക്കും. 54,000 ആയിരിക്കും. അപ്പോൾ റൗണ്ടിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഏത് പ്ലേസിലോട്ടാണ് റൗണ്ട് ചെയ്യുന്നത് അത് കൺസിഡർ ചെയ്യുക. അതിനുശേഷം വരുന്ന റൈറ്റ് സൈഡിലെ ഡിജിറ്റ് ചെക്ക് ചെയ്യുക.
ലെസ് ദാൻ 5 ആണെങ്കിൽ, അതായത് 0 1 2 3 4 ആണെങ്കിൽ ആ റൗണ്ടിങ് പ്ലേസിലുള്ള ഡിജിറ്റിന് ഒരു ചേഞ്ചും വരില്ല. അതിനുശേഷം വരുന്ന ഡിജിറ്റ്സ് എല്ലാം 0 ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി അതേസമയം റൗണ്ടിങ് പ്ലേസ് വാല്യൂ ഉള്ള ഡിജിറ്റിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഡിജിറ്റ് 5 ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ എന്ത് ചെയ്യും? ആ റൗണ്ടിങ് പ്ലേസിലുള്ള ഡിജിറ്റിന് കൂടെ 1 ആഡ് ചെയ്യും. അതിനുശേഷം വരുന്ന ഡിജിറ്റ്സ് എല്ലാം എന്ത് ചെയ്യും? 0 ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ആ രണ്ട് കാര്യങ്ങളാണ് അതിൽ ചെക്ക് ചെയ്യേണ്ടത്. ഡിജിറ്റ്സ് ഇപ്പൊ ഇവിടെ 1 2 3 4 5 6 7 ഒരു 7 ഡിജിറ്റ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ 7 ഡിജിറ്റ്സ് നൽകിയിട്ട് നമ്മളോട് പറയുന്നത് ഗ്രേറ്റസ്റ്റ് 7 ഡിജിറ്റ് നമ്പറും അതുപോലെ തന്നെ സ്മോളസ്റ്റ് 7 ഡിജിറ്റ് നമ്പറും എന്ത് ചെയ്യണം? ഈ നൽകിയിട്ടുള്ള ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട് മേക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഗ്രേറ്റസ്റ്റ് 7 ഡിജിറ്റ് നമ്പർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗ്രേറ്റസ്റ്റ് ഡിജിറ്റ് നമ്പേഴ്സ് ഫോം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് നൽകിയിട്ടുള്ള നമ്പേഴ്സിനെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും? ഗ്രേറ്റസ്റ്റ് 7 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഫോം ചെയ്യാം. അതായത് നൽകിയിട്ടുള്ള നമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യാം? ഡിസെൻഡിങ് ഓർഡറിൽ, അതായത് വലുതെന്ന് ചെറുതാക്കിയിട്ട് അറേഞ്ച് ചെയ്യുക. 9 8 7 5 4 3 0. അപ്പോൾ ഇതിൽ 7 ഡിജിറ്റ്സ് വന്നിട്ടുണ്ടായിരിക്കും. ഈ 7 ഡിജിറ്റ്സ് ഇനി ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ അനുസരിച്ചിട്ടാണെന്ന് വിചാരിക്കുക. ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ കോമ പ്ലേസ് ചെയ്യേണ്ടത് 0 1 2 3, പിന്നെ ഓരോ 2 പ്ലേസസ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിൽ കോമ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതെന്ത് ചെയ്തു? ഗ്രേറ്റസ്റ്റ് 7 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്തു. ഇതിന്റെ നമ്പർ നെയിമും നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ലേ? ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ ആണെങ്കിൽ 98,75,430. That is the number name, greatest 7 digit number. ഇനി അടുത്തത് smallest 7 digit number. സ്മോളസ്റ്റ് 7 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം എന്ത് ചെയ്യരുത്? ഇപ്പോൾ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യുന്നു? നമുക്ക് സ്മോളസ്റ്റ് 7 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം 0 3 4 5 7 8 9 എന്ത് ചെയ്യരുത്? അങ്ങനെ അസെൻഡിങ് ഓർഡറിൽ ചെയ്യരുത്. 0 അതിൽ വന്നിട്ടുണ്ടെങ്കിൽ 0 കഴിഞ്ഞിട്ടുള്ള ഗ്രേറ്റർ നമ്പർ എടുത്തതിന് ശേഷം 0 എപ്പോഴും എന്ത് ചെയ്യണം? രണ്ടാമത്തെ പ്ലേസിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. അതായത് ആദ്യം 0 തന്നെ ഇട്ടാൽ എന്ത് ചെയ്തു? 0ക്ക് ഫസ്റ്റ് പ്ലേസിൽ വന്നാൽ എന്തില്ല? വാല്യൂ ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇത് 6 ഡിജിറ്റ് നമ്പറായി മാറും. അപ്പൊ എന്ത് ചെയ്യണം? 0 ഉണ്ടെങ്കിൽ അതിനെ സെക്കൻഡ് പ്ലേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യണം? ഫസ്റ്റ് 3 കൊടുക്കുക, അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? 0 പ്ലേസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഓർഡറിലായിട്ട് 4 5 7 8 9 അതിനെന്ത് ചെയ്യാം? ആ ഓർഡറിൽ തന്നെ അസെൻഡിങ് ഓർഡറിൽ ഇട്ടാൽ എന്ത് ചെയ്തു? സ്മോളസ്റ്റ് 7 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യും. അപ്പൊ 0 വരുന്ന കേസിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 0 ആദ്യം എന്ത് ചെയ്യരുത്? കൊണ്ടുപോയി ഇടരുത്. ഗ്രേറ്റസ്റ്റ് ആണെങ്കിൽ ആ നൽകിയിട്ടുള്ള നമ്പേഴ്സിനെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. സ്മോളസ്റ്റ് ആണെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 0 ഉണ്ടെങ്കിൽ 0നെ സെക്കൻഡ് പ്ലേസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? വെക്കാവൂ. ഫസ്റ്റ് തന്നെ 0 ഇടരുത്. 0നേക്കാൾ നൽകിയിട്ടുള്ള ഡിജിറ്റിൽ ഏതാണോ ഗ്രേറ്റർ നമ്പർ വന്നിട്ടുള്ളത് അതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? 0 സെക്കൻഡ് പ്ലേസിലാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ആ കാര്യം എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ സിസ്റ്റം ആണോ ഇന്റർനാഷണൽ സിസ്റ്റം അനുസരിച്ചിട്ടാണോ എന്നൊക്കെയുള്ളതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കണം. ഇന്ത്യൻ സിസ്റ്റം ആണെങ്കിൽ ആദ്യത്തെ 3 പ്ലേസ് കഴിഞ്ഞാൽ കോമയുടെ, പിന്നെ ഓരോ 2 പ്ലേസസ് കഴിയുമ്പോൾ എന്ത് ചെയ്യാം? കോമയുടെ. ഇന്റർനാഷണൽ സിസ്റ്റം ആണെങ്കിൽ ഓരോ 3 ഡിജിറ്റ്സ് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? കോമ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ സ്മോളസ്റ്റും ഗ്രേറ്റസ്റ്റ് 7 ഡിജിറ്റ് നമ്പേഴ്സോ അല്ലെങ്കിൽ അതർ ഡിജിറ്റ് നമ്പേഴ്സ് ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നമ്മളോട് പറയാണ് 5 million is equal to dash
ഡാഷ് 100,000 എന്നുള്ളതാണ് ഡാഷ്. അപ്പോൾ 5 million ഈക്വൽ ടു ഡാഷ് 100,000 ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡാഷ് ഏത് പ്ലേസിലാണ് വന്നിട്ടുള്ളത് നോക്കുക. ഈക്വൽ ടു സിമ്പിളിന്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ടത് 5 million ഈക്വൽ ടു ഡാഷ് 100,000 ആണ്. അപ്പോൾ ഡാഷ് എന്നുള്ളത് ഈക്വൽ ടു സിമ്പിളിന്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 5 millionനെ ന്യൂമറൽസ് ആയിട്ട് എഴുതുക. അതായത് 5 million ന്യൂമറൽസിൽ എഴുതുക. അതേപോലെ തന്നെ 100,000 ന്യൂമറൽസിൽ എന്ത് ചെയ്യുക, അതിനെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, താഴെ കാണിച്ചു തരാം. 5 million നമുക്ക് എങ്ങനെ എഴുതാം? 5 million എന്നുള്ളത് ഇങ്ങനെയാണ് 5 million എന്ന് ന്യൂമറൽസിൽ എഴുതാം. ഇനി അതിനെന്ത് ചെയ്യാം, അതിനെ ഡിവൈഡ് ചെയ്യണം. ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക? ഡിവൈഡ് ചെയ്യേണ്ടത് 100,000 കൊണ്ടാണ്. അപ്പോൾ അതേപോലെ താഴെ എന്ത് ചെയ്യുക, 100,000 ന്യൂമറൽസിൽ എഴുതാം. ഇത് ചെയ്യേണ്ടത് ഏതിലാണ് ചെയ്യേണ്ടത്? ഈക്വൽ ടു സിമ്പലിന്റെ റൈറ്റ് സൈഡിലാണ് ഡാഷ് വന്നിട്ടുള്ളത് ഇങ്ങനെ. അപ്പോൾ 100,000 എന്ത് ചെയ്യാം, നമുക്ക് ന്യൂമറൽസിൽ എഴുതാം. 100,000 നമ്മൾ ന്യൂമറൽസിൽ എഴുതി. ഇനി താഴെ എത്ര സീറോസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാം. താഴെ എത്ര സീറോസ് ഉണ്ട്? 1 2 3 4 5 സീറോസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, താഴെ എത്ര സീറോസ് ആണ് ഉള്ളത് അത്രയും സീറോസ് എന്ത് ചെയ്യാം, മുകളിലും കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 5 സീറോസ് ആണ് ഉള്ളത്. അപ്പോൾ 5 സീറോസിന് എന്ത് ചെയ്യുന്നു, നമ്മൾ കട്ട് ചെയ്യാണ്. 5 സീറോസിനെ കട്ട് ചെയ്യും. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, മുകളിലും എന്ത് ചെയ്യുക, 5 സീറോസിനെ കട്ട് ചെയ്യുക. 5 സീറോസ് എടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. 1 2 3 4 5. ഇവിടെ 5 സീറോസ് ഇവിടെ നിന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, 5 സീറോസ് കൗണ്ട് ചെയ്തു, ഇതാക്കി കട്ട് ചെയ്തു. ബാക്കി ഇവിടെ എത്രയാണ് ഉള്ളത്? 0 5. അതായത് 50 എന്നുള്ളതാണ് ഇവിടെ ബാക്കി വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഈക്വൽ ടു 50. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്തായിരിക്കും? 50 100,000 ആണ് എന്ത്, 5 million എന്നുള്ളത്. ഓക്കെ, ഇതേപോലെയാണ് എന്ത് ചെയ്യേണ്ടത്, റൈറ്റ് സൈഡിലാണ് ഡാഷ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ന്യൂമറൽസിൽ എഴുതിയിട്ട് ഇപ്പുറത്തെ റൈറ്റ് ഡാഷിന് ശേഷം വരുന്ന നമ്പറും എന്ത് ചെയ്യാം, ന്യൂമറൽസിൽ എഴുതിയിട്ട് അത് ഡിവൈഡ് ചെയ്യാം. അപ്പൊ താഴെ എത്ര സീറോസ് ഉണ്ടോ അത്രയും സീറോസ് എന്ത് ചെയ്യാം, മുകളിലും കട്ട് ചെയ്യുക. ബാക്കി വരുന്നതായിരിക്കും എന്ത്, ഡാഷിലുള്ള ആൻസർ എന്നുള്ളത്. അപ്പോൾ 50 100,000 ആണ് ഇത് 5 million എന്നുള്ളത്. ഓക്കെ, അത് മനസ്സിലായോ? അതേപോലെ തന്നെ ഡാഷ് മില്യൺ ഇസ് ഈക്വൽ ടു 210,000 എന്ന് വരുന്നുണ്ട്. അതിൽ ക്വസ്റ്റ്യൻ, അതും കൂടെ ചെയ്ത് കാണിച്ചു തരാം. അതിൽ ക്വസ്റ്റ്യൻ എന്നുള്ളത് ക്ലിയർ ചെയ്യട്ടെ. നമ്മുടെ ക്വസ്റ്റ്യൻ ഡാഷ് മില്യൺ ഇസ് ഈക്വൽ ടു 210,000. 210,000 എന്ന് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കേസിൽ ചോദിക്കേണ്ടത് ഡാഷ് ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിട്ടുള്ള നമ്പറിനെ ഇവിടെ വാല്യൂസിൽ തന്നിട്ടുള്ളതുകൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതി കാണിച്ചു തരാം. 200 എന്ത് ചെയ്യുക, 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 200 ഇൻറ്റു 10,000 മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ 10,000 കൊണ്ട് സീറോ ഉള്ള ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ എത്ര സീറോസ് ഉണ്ടോ അത്രയും സീറോസ് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 200 ഇവിടെ തന്നെ ഉണ്ട്. ബാക്കി 10,000 4 സീറോസ് ഉണ്ട്. ആ 4 സീറോസ് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് ഡാഷ് മില്യൺ ആണ്. ഡാഷ് മില്യൺ എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ സിസ്റ്റം അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇന്റർനാഷണൽ സിസ്റ്റം അനുസരിച്ച് എന്ത് ചെയ്യുക, കോമ പ്ലേസ് ചെയ്യുക. 1 2 3 1 2 3. അപ്പോൾ ഇത് കൗണ്ട് ചെയ്യുമ്പോൾ 1 2 1s 100 thousands 10,000s സോറി 1s 10s 100 1000 10,000s 100,000s മില്യൺ. അപ്പോൾ മില്യൺസ് പ്ലേസിൽ എത്രയാണ്, 2 ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക,
ഇവിടുത്തെ ആൻസർ 2 ആയിരിക്കും. ആൻസർ is equal to 2 million is equal to 200,000. ഓക്കെ, അപ്പൊ ഇവിടെ നൽകിയിട്ടുള്ളത് എന്ത് ചെയ്യാം, അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 200 ഇൻറ്റു 10,000 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് 2 മില്യൺ ആണ്. അപ്പൊ ഇവിടെ ഡാഷ് മില്യൺ എന്നായിരുന്നു. അപ്പൊ ഇവിടെ എത്രയാണ് നമുക്ക് ആൻസർ വന്നിട്ടുള്ളത്? 2 മില്യൺ ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ആ ഡാഷ് എന്നുള്ളടത്ത് 2 പ്ലേസ് ചെയ്യുക. അപ്പോൾ 2 മില്യൺ ഈക്വൽ ടു 210,000. ഓക്കെ.